ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടവാംസസ്തനൂഭിർव्യശേമ ദേവഹിതം യദായുഃ സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാः സ്വസ്തി ന പൂഷാ വിശ്വവേദാഃ സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമി സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. പ്ലവാഹ്യേതേ അദൃഢാ യജ്ഞരൂപാഃ അഷ്ടാദശോക്തമവരം യേഷു കർമ്മ ഏതശ്രേയോ യേഭിനന്ദന്തി മൂഢാഃ ജരാമൃത്യും തേ പുനരേവാപിയന്തി. തേ പുനഃ ഏവ ജരാമൃത്യും അപിയന്തി. അവർ വീണ്ടും തന്നെ എന്ന് പറഞ്ഞാൽ വീണ്ടും 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 ജരാമൃത്യുക്കളെ പ്രാപിക്കുന്നു. വീണ്ടും ജര വരിക, വീണ്ടും മരിക്കുക പറഞ്ഞാൽ വീണ്ടും ജനിക്കണം, എന്നാലേ പിന്നെയും ജര വരുള്ളൂ. അങ്ങനെ തുടരുന്നു, സംസാരത്തിൽ കറങ്ങുന്നു എന്നർത്ഥം. ഇതാണ് ഈ അദൃഢങ്ങളായ പ്ലവങ്ങളിൽ കയറി ചരിക്കുന്നവർക്കുള്ള സ്ഥിതി. അതേ സമയത്ത് കർമ്മങ്ങളെ ഒഴിവാക്കാൻ നമുക്ക് പറ്റുമോ? അതുമില്ല. കർത്തവ്യം ചെയ്യുക തന്നെ വേണം. വളരെ ഒരു വിഷമം പിടിച്ച വിഷയമാണ്. എപ്പോഴാണ് ഒരാൾക്ക് സന്യസിക്കാൻ സാധിക്കുന്നത്, ഒരാൾ സന്യാസത്തിന് അധികൃതനാകുന്നത് എപ്പോഴാണ്? എത്ര കാലം ഒരാൾ കർമ്മത്തെ ആചരിക്കണം, അത് നമുക്ക് നിർണയിക്കുക എളുപ്പമല്ല. പിന്നെ അവനവൻ്റെ ഉള്ളിലത്തെ അദമ്യമായ ഇച്ഛ എന്നേ പറയാൻ പറ്റൂ. അത് വിവേകജനിതമായാൽ സന്യാസമാർഗത്തിൽ അവൻ ശാന്തിയെ പ്രാപിക്കും. അത് ചിലപ്പോൾ വികാരപൂർവവുമാകാം. അത് അധപതനത്തിലേക്കുള്ള വഴിയാവും. വളരെ വലിയ സങ്കീർണമായ വിഷയമാണത്. അതുകൊണ്ട് സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തും അയോഗതഃ. തീർത്തും യോഗസാധനകളിലൂടെ ഇന്ദ്രിയ മനോബുദ്ധികളെ സ്വാധീനമാക്കിയിട്ടില്ലാത്ത ഒരാൾക്ക് സന്യാസം ദുഃഖം മാത്രമേ നൽകൂ. സന്യസിക്കാൻ പറ്റില്ല. അയാൾ പുറമേ കാവ്യ കൊടുത്താലും മൊട്ട പിടിച്ചാലും സ്വാമി ചിദാനന്ദപുരി എന്ന് പേരിട്ട് നടന്നാലും അയാൾ സന്യാസിയാവില്ല. ഈ വിഷയത്തിൽ വളരെ നല്ലൊരു നിർണയം നമ്മൾ ശാസ്ത്രങ്ങൾ കണ്ടെടുത്തോളം അത്രേ പറയാൻ പറ്റൂ. വളരെ പരിമിതമായ ശാസ്ത്രങ്ങളെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളൂ. ശാസ്ത്രം എന്നുള്ള നിലയ്ക്ക് വളരെ പരിമിതമായിട്ടേ പഠിച്ചിട്ടുള്ളൂ, അളവറ്റ് പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ കണ്ടെടുത്തോളം വളരെ വ്യക്തവും ശ്രേഷ്ഠവുമായൊരു നിർണയം നമുക്ക് അധ്യാത്മരാമായണത്തിൽ ശ്രീരാമഗീത ഭാഗത്ത് കാണാം. യാവച്ഛരീരാദിഷു മായയാത്മധി താവത് വിധേയോ വിധിവാദകർമ്മണം നേതീതി വാക്യൈരഖിലം നിഷിധ്യതത് ജ്ഞാത്വാ പരാത്മാനമധ ത്യജേത് ക്രിയാഃ. ഇത്ര സുവ്യക്തമായിട്ട് വേറെ കണ്ടിട്ടില്ല. അപ്പം അവിടെ യാവത് ശരീരാദിഷു മായയാത്മധി, എത്ര കാലം വരെ ശരീരാദിഷു, ശരീരം തുടങ്ങിയവയിൽ, ശരീരം, സ്ഥൂല ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി പോരാ, ഇതുമായി ബന്ധപ്പെട്ടതിൽ നമുക്ക് ആത്മബുദ്ധി ഉണ്ടാവാം, ഇല്ലേ?
എൻ്റെ എന്നാണ് എങ്കിലും, മമത്വബുദ്ധിയാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ ആത്മബുദ്ധി വരാം. തൻ്റെ കുഞ്ഞിൽ, തൻ്റെ പത്നിയിൽ, തൻ്റെ പതിയിലൊക്കെ അങ്ങനെ വരാം. അങ്ങേയറ്റം പ്രേമഭജനമായിരിക്കുന്ന ഒരാളിൽ ആത്മബുദ്ധി വരാം. ഒന്നുകൂടാന്ന് പറഞ്ഞോട്ടെ, ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ വരെ വരും. പിന്നെയല്ലേ വസ്ത്രം, പലതിലും വരാം. അപ്പോൾ ഇവയിൽ എത്ര കാലം വരെ മായ കൊണ്ട്, അവിദ്യ കൊണ്ട് ആത്മബുദ്ധിയുണ്ടോ അത് പുറത്തൊരാൾക്കറിയില്ല. അവനവൻ്റെ മാത്രം അറിവിൻ്റെ വിഷയമാണ്. അങ്ങനെ ഉപാധികളിൽ ഞാനെന്ന ബുദ്ധിയുള്ള കാലത്തോളം താവത് വിധേയോ വിധിവാദ കർമ്മണം, അത്രയും കാലം വിധിവാദ കർമ്മങ്ങൾക്ക് ചെയ്യൂ, ചെയ്യരുത് എന്ന് വിധി നിഷേധാത്മകമായ ശാസ്ത്രത്തിൻ്റെ വിധിക്കനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾക്ക് വിധേയനാണൊരാൾ. ശരി. നേതീതി വാക്യൈർ അഖിലം തത് നിഷിധ്യ. നേതി നേതി, ഇതല്ല ഇപ്രകാരമല്ല, ഇതല്ല ഇപ്രകാരമല്ല തുടങ്ങിയ വാക്യങ്ങളെ കൊണ്ട് അവയെ എല്ലാം നിഷേധിച്ചിട്ട് ജ്ഞാത്വാ പരാത്മാനം, പരമാത്മാവിനെ അറിഞ്ഞിട്ട്, അവിടെ പരമാത്മാവിനെ അറിയുക എന്ന് പറഞ്ഞാൽ സാക്ഷാത്കരിക്കുക എന്നർത്ഥമില്ല. കാരണം പരമാത്മ സാക്ഷാത്കാരത്തിൽ എത്തിയ ഒരാൾക്ക് സന്യസിക്കേണ്ട ആവശ്യം ഇല്ല. ജ്ഞാനിയല്ല സന്യസിക്കുന്നത്, അജ്ഞാനിയാണ് സന്യസിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ വിചാരിക്കും സന്യാസി എന്ന് പറഞ്ഞാൽ ജ്ഞാനിയാണെന്ന്. ഒരർത്ഥമില്ല. സന്യാസി വിരക്തനാണ്, വൈരാഗ്യമുണ്ട്, തത്വജിജ്ഞാസയുണ്ടെന്നേ അർത്ഥമുള്ളൂ. ആ തത്വജിജ്ഞാസ വളരെ സുദൃഢവും സുശക്തവുമായതുകൊണ്ട് മറ്റതെല്ലാം അപ്രസക്തമായിട്ട് തോന്നിയിരിക്കുന്നു എന്നേ അർത്ഥമുള്ളൂ. അല്ലാണ്ട് സന്യാസിയെ കണ്ടാൽ അയാൾ ജ്ഞാനിയാണെന്ന് അർത്ഥമില്ല, ജ്ഞാനി അല്ലെന്നും അർത്ഥമില്ല. മറിച്ച് പാരമാർത്ഥിക സന്യാസമാകുന്ന ജ്ഞാനനിഷ്ഠയിലേക്ക് ഉയരാൻ സാധനാക്രമം സ്വീകരിച്ച ഒരാളെന്നേ അർത്ഥമുള്ളൂ. ഇതാണ് പരമാർത്ഥമെങ്കിലും പലപ്പോഴും ഇത് പറഞ്ഞാൽ സന്യാസിമാർക്ക് തന്നെ ദേഷ്യം പിടിക്കും. കാരണം സന്യാസി ആയിക്കഴിഞ്ഞാൽ ഉടനെ ഞാൻ ജ്ഞാനിയാണ്, നിങ്ങളെല്ലാവരും എന്നെ ബഹുമാനിച്ചോളണം, പൂജിച്ചോളണം, നമസ്കരിച്ചോളണം എന്നൊക്കെയാണ് പൊതുവേ ധാരണ ഉണ്ടാവുക. ഒരാളെന്നോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട്, സ്വാമി ഒരു കാവി തരണം സ്വാമി എനിക്ക്. ഞാൻ ചോദിച്ചു എന്തിനാ? അപ്പം ഞാൻ പറഞ്ഞ ആൾക്കാരൊന്നും അത്ര ബഹുമാനിക്കണമൊന്നുമില്ല, അപ്പോൾ ഒരു കാവി തന്നാൽ തരട്ടെ. ഞാൻ പറഞ്ഞു കടയിൽ നിന്ന് വാങ്ങി എടുത്തോളൂ. പക്ഷെ ഇപ്പം എന്തായാലും സന്യാസിയാണ്. നമ്മൾ കൊടുത്തില്ല, നമ്മളല്ല കൊടുത്തത്, വേറെ അയാൾ കാവി കൊടുത്തിട്ടുണ്ട്. അപ്പം എന്തിനാ സന്യസിക്കാന്ന് പറഞ്ഞത്? മറ്റുള്ളവരുടെ ബഹുമാനം, മറ്റുള്ളവരുടെ ആദരവ്, താൻ പറഞ്ഞാൽ നാലാൾ അംഗീകരിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. എന്താ കഥ? അത് അയാളുടെ നമുക്കൊരു വിരോധമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ബന്ധപ്പെടാറുണ്ട്, ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കും, അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. അപ്പോൾ തത്വവിജ്ഞാനിക്ക് സന്യസിക്കാനില്ല. എന്നാൽ ബുദ്ധിതലത്തിൽ ഇതല്ല ഞാൻ, ഇതല്ല ഞാൻ എന്ന് ശരീരേന്ദ്രിയ പ്രാണ മനോബുദ്ധികളെയും അഥവാ ശരീരവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളോട് താതാത്മ്യം തോന്നിയ വിഷയങ്ങളെയും നേതി നേതി തുടങ്ങിയ വാക്യങ്ങളെ കൊണ്ട് നിഷേധിച്ച് ഇതിനൊക്കെ അപ്പുറത്തുള്ള സച്ചിദാനന്ദമാണ് പരമാർത്ഥമെന്ന് ബുദ്ധിതലത്തിൽ അറിഞ്ഞ് എന്നാൽ ശരിയായ തിരിച്ചറിവൊട്ട് വന്നിട്ടുമില്ല. പിടി കിട്ടിയിട്ടുണ്ട്, എന്നാൽ പിടി കിട്ടിയിട്ടില്ല. നിഷേധിക്കേണ്ടതിനെയൊക്കെ നിഷേധിച്ചു, പക്ഷെ എന്താ പിടിക്കേണ്ടതെന്ന് കിട്ടിയിട്ടില്ല. ഈ സ്ഥിതിയിൽ ത്യജേത് ക്രിയാഹ, സന്യസിച്ചോളൂ. അവിടെ സന്യസിക്കാൻ അർഹതയായി. ഇത് വ്യക്തമാണ്, വ്യക്തമായൊരു ഉപദേശമാണ്. ഇത് രാമഗീതയിലെ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. അധ്യാത്മരാമായണത്തിലെ 7ാമത്തെ കാണ്ഡമായ ഉത്തര കാണ്ഡത്തിലെ 5ാമത്തെ അധ്യായമാണ് രാമഗീത.
മലയാള അധ്യാത്മ രാമായണം കിളിപ്പാട്ടിലില്ല. കിളിപ്പാട്ട് സ്വതന്ത്രമായ ഒരു അനുവാദമാണ്. അധ്യാത്മരാമായണം മൂലത്തിലെ പലതും എഴുത്തച്ഛൻ ഉപേക്ഷിച്ചിട്ടുണ്ട്. അധ്യാത്മരാമായണം മൂലത്തിലില്ലാത്ത പലതും എഴുത്തച്ഛൻ കൂട്ടിച്ചേർത്തിട്ടുമുണ്ട്. അതുകൊണ്ടത് സ്വതന്ത്രമായ അനുവാദം എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, രാവണൻ പറഞ്ഞു, നിങ്ങൾ വേഗം പോയിട്ട് കുംഭകർണനെ വിളിച്ച് ഉണർത്തി കൊണ്ടുവരൂ. കുംഭകർണൻ വന്നാലേ ഇപ്പം നേരെയാവുള്ളൂ. ഉടനെ ഭൃത്യന്മാർ പോയി കുംഭകർണനെ വിളിച്ച് ഉണർത്തി കൊണ്ടുവന്നു. ഇത്രയേ ഉള്ളൂ അധ്യാത്മരാമായണത്തിൽ. ഈ എന്നാ കിളിപ്പാട്ടിൽ എന്തൊക്കെയാണ്? ഹൊയ്യോ, വിളിച്ചുണർത്താൻ നോക്കി, സാധിക്കണില്ല. അവർ മൂക്കിൻ്റെ അടുത്ത് പോയപ്പോൾ അവർ കാറ്റുകൊണ്ട് പറന്നുപോയി, ആനേനെ കൊണ്ട് പിടിച്ചു വലിപ്പിച്ചു, ആന നെഞ്ചിക്കൂടെ നടന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ എവിടുന്ന് കിട്ടി? ഇത് വാൽമീകി രാമായണത്തിന് കിട്ടി. വാൽമീകിയിൽ അതുണ്ട്. അപ്പോൾ എഴുത്തച്ഛൻ എന്ത് ചെയ്തു? അതാണ് എഴുത്തച്ഛൻ പ്രയോഗിച്ച സ്വാതന്ത്ര്യം. അധ്യാത്മരാമായണമാണ് അനുവാദം ചെയ്തത് 95%, 95% 98%. കുറച്ച് വിട്ടിട്ടുമുണ്ട്, കുറച്ച് കൂട്ടിയിട്ടുമുണ്ട്. കുറച്ച് വിട്ടിട്ടുണ്ട്, വിട്ടതുമുണ്ട്, എത്രയോ ഭാഗങ്ങൾ വിട്ടിട്ടുണ്ട്. ആ വിട്ട ഒരു ഭാഗമാണ് രാമഗീത. പക്ഷെ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. അത് യുക്തിപൂർവ്വമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യണത്. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അധ്യാത്മരാമായണത്തിൻ്റെ ലക്ഷണത്തിൽ എല്ലാത്തിനും ലക്ഷണം പറഞ്ഞിട്ടുണ്ട്. അധ്യാത്മരാമായണത്തിൻ്റെ ലക്ഷണത്തിൽ പറഞ്ഞത് 7 കാണ്ഡങ്ങളും 64 സർഗങ്ങളും 4200 ശ്ലോകങ്ങളും എന്നാണ്. ഇതാണ് അധ്യാത്മരാമായണത്തിൻ്റെ ലക്ഷണം. എന്നാൽ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള അധ്യാത്മരാമായണത്തിൽ 7 കാണ്ഡങ്ങളും കറക്റ്റ്, ഒരു മാറ്റവും ഇല്ല, 65 സർഗങ്ങളും, ഒരു സർഗം കൂടുതലാണ്. 4270 എത്രയോ ശ്ലോകങ്ങളും, കൃത്യമാണ് ഓർമ്മയില്ല, ഉണ്ട്. അപ്പോൾ അതിലെന്താ മനസ്സിലാക്കേണ്ടത്? അധ്യാത്മരാമായണത്തിൽ ആരോ കൂട്ടിച്ചേർത്തതാണ് രാമഗീത എന്ന ഭാഗം എന്ന് മനസ്സിലാക്കാം. ഇത് പറഞ്ഞാൽ ചിദാനന്ദപുരസ്വാമിക്ക് തന്നെ അത് അടിയാവും കേട്ടോ. കാരണം ഈ ചിദാനന്ദപുരസ്വാമി തന്നെ രാമഗീത വ്യാഖ്യാനത്തിൻ്റെ മുമ്പിൽ ഇത് അധ്യാത്മരാമായണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരാം. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ രാമഗീത തന്നെയാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത്? എനിക്ക് ഉറപ്പില്ല, ആയിരിക്കാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും ഒരു വിഷയം സംശയമില്ല, ഒരു സർഗം കൂടിയിട്ടുണ്ട്. അതേതാ നമുക്കറിയില്ല. ഒന്ന് കഴിഞ്ഞിട്ട് പോവാം. അപ്പോൾ ഏതാണ് ആ കൂടിയിട്ടുള്ള സർഗം? രാമഗീതയാണോ എന്ന് സംശയം. കാരണം അങ്ങനെ സംശയിക്കാൻ കാരണം എഴുത്തച്ഛൻ തൻ്റെ തർജ്ജമയിൽ രാമഗീതയെ തർജ്ജമ ചെയ്തിട്ടില്ല. അപ്പോൾ രാമഗീത തന്നെയല്ലേ കൂട്ടിച്ചേർത്തിട്ടുണ്ടാവുക എന്ന് ചോദ്യം. ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം വാൽമീകി അധ്യാത്മരാമായണത്തിൽ, അതായത് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ അധ്യാത്മരാമായണത്തിൻ്റെ മാഹാത്മ്യം പറയുന്ന ഭാഗമുണ്ട്. അധ്യാത്മരാമായണത്തിൻ്റെ മാഹാത്മ്യം പറയുന്ന ഭാഗമുണ്ട്. ആ മാഹാത്മ്യം പറയുന്ന ഭാഗത്തിൽ അധ്യാത്മരാമായണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ട് രാമഗീതയെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴോ ഇതാണ് സങ്കീർണത. ഇല്ലെങ്കിൽ നമുക്ക് പറയായിരുന്നു എഴുത്തച്ഛൻ തർജ്ജമ ചെയ്യാത്തതുകൊണ്ട് ഇത് തന്നെയാണ് കൂട്ടിച്ചേർത്തതെന്ന് പറയായിരുന്നു. അത് പറയാൻ വയ്യാത്ത അവസ്ഥയാണ്. കാരണം രാമഗീത മഹിമ അധ്യാത്മരാമായണ മഹിമയിലുണ്ട്. അത് അങ്ങനെയൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ വലിയ പ്രശ്നമാണ്. നമുക്കിഷ്ടമില്ലാത്തൊക്കെ പ്രക്ഷിപ്തം കൂട്ടിച്ചേർത്താന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അതൊരു വിഷമമുള്ളതാണ്. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഇന്ന് നമുക്ക് ലഭിക്കുന്ന ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഇതൊന്നുമില്ല. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ അതാണെന്ന് പറയപ്പെടുന്ന പല ഭാഗങ്ങളുമില്ല. അതുകൊണ്ട് എന്താണ്
അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അത് ബ്രഹ്മാണ്ഡ പുരാണത്തിലുള്ളതല്ല എന്ന് നമുക്ക് പറയാൻ വയ്യ. കാരണം ബ്രഹ്മാണ്ഡ പുരാണത്തിൻ്റെ ശ്ലോകസംഖ്യ 5-1 പോലും നമുക്ക് കിട്ടിയിട്ടില്ല. അത്രയും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഈ ഭാഗമൊക്കെ പോയിട്ടുണ്ടാവാം, അല്ലാണ്ട് ഇപ്പം എന്താ പറയുക. ശരി, ഏതായാലും കൊള്ളാം. അപ്പം ഇതാണ് ഈ ഈ കർമ്മത്തിലുള്ള കർത്തവ്യത എപ്പോൾ പോകുന്നു എന്ന് ചോദിച്ചാൽ, ഒരു വിജ്ഞാനിയാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. വിജ്ഞാനികളായവർ മാത്രമേ സന്യസിക്കാൻ പാടുള്ളൂ എന്നില്ല. മറിച്ച് വിരക്തന്മാരായി നേതീതി വാക്യങ്ങളെ കൊണ്ട് ഉപാധികളുള്ള താതാത്മ്യഭാവത്തെ നീക്കി ഇതല്ല ഞാൻ, ഇതിനപ്പുറത്തുള്ള ഒന്നാണ്, ആ ഒന്നിനെ അറിയാനുള്ള സാക്ഷാത്കരിക്കാനുള്ള ദൃഢമായ ഇച്ഛാശക്തിയോടുകൂടി സാമാന്യ പരോക്ഷജ്ഞാനമുണ്ട്, അപരോക്ഷ സാക്ഷാത്കാരമായിട്ടും ഇല്ല, ആ ഒരവസ്ഥയിലുള്ള ആൾക്കാണ് സന്യസിക്കാൻ അധികാരം. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പം കിട്ടേണ്ടതാണ്. ശരി, ഏതായാലും സന്തോഷം. അപ്പോൾ അവർ വീണ്ടും വീണ്ടും ജന്മമരണങ്ങളെ പ്രാപിക്കുന്നു. ആര്? ഇത് തന്നെ ഏറ്റവും ശ്രേയസ്കരമെന്ന് കർമ്മമാർഗത്തെ അഭിനന്ദിക്കുന്നവർ. എന്നാൽ ഉപേക്ഷിക്കാൻ പറ്റുമോ? അതുമില്ല. അതീ പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തണം. വിരക്തി പൂർണ്ണതയിൽ സ്വാഭാവികമായി ഉപേക്ഷിക്കപ്പെടും. വിരക്തി പൂർണ്ണതയിൽ എല്ലാ കർമ്മങ്ങളും സ്വാഭാവികമായിട്ട് ഉപേക്ഷിക്കപ്പെടും. അത് വേറൊരാളുടെ സമ്മതം ചോദിച്ചിട്ടോ ഒന്നുമല്ല. ഗുരുനാഥൻ്റെ സമ്മതം കിട്ടിയിട്ട്, അമ്മയുടെ സമ്മതം കിട്ടിയിട്ട്, അച്ഛൻ്റെ സമ്മതം ഒന്നുമില്ല. ചുട്ടുപഴുത്ത ലോഹം തൊട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തീക്കൊള്ളി തൊട്ട് കഴിഞ്ഞാൽ, അമ്മേ ഞാൻ ഒരു തീ തൊട്ടിട്ടുണ്ട്, വലിക്കട്ടെ, കൈ വലിക്കട്ടെ എന്ന് ചോദിക്കാറുണ്ടോ? കനൽ തൊട്ടുപോയി, കനൽ തൊട്ട് പൊള്ളുകയാണ്, മാംസം പൊള്ളുകയാണ്, അപ്പോഴാണ് അമ്മേ ഞാൻ കൈ വലിക്കട്ടെ. വിഷമാണ്. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ പതിവില്ല. അപ്പം അത് വലിക്കും, അത്രയേ ഉള്ളൂ. ശരി. അതുകൊണ്ട് അപ്പം പറഞ്ഞ സംബന്ധം വേണേ, ഇതിനെ ആര് ശ്രേയസ്കരമെന്ന് അഭിനന്ദിക്കുന്നു അവർ വീണ്ടും വീണ്ടും ജന്മമരണങ്ങളെ പ്രാപിക്കുന്നു, ആ മൂഢന്മാർ എന്ന് പറഞ്ഞു. അതാണ്